നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥയായ ആന്റോണിയ റോമിയോയ്ക്ക് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ മുൻഗണനകൾ നടപ്പിലാക്കുന്നതിനായി കൂടുതൽ അധികാരങ്ങൾ നൽകി. സിവിൽ സർവീസ് കോഡ് മാറ്റിയെഴുതുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്തം റോമിയോയ്ക്ക് നൽകി. 10ാം നമ്പർ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡാരൻ ജോൺസ് വൈറ്റ് ഹാൾ പരിഷ്കാരങ്ങളിലും ഡിജിറ്റൽ ID പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് മാറി. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യുദ്ധക്കപ്പലായ HMS ഡ്രാഗൺ ജലവിതരണ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് കിഴക്കൻ മെഡിറ്ററേനിയനിൽ നങ്കൂരമിട്ടു. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേന താവളമായ RAF അക്രോത്തിരിക് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനാണ് ടൈപ്പ് 45 ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട ഈ കപ്പൽ വിന്യസിച്ചത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ കപ്പൽ വിന്യസിച്ചത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി. ഇംഗ്ലണ്ടിൽ ഭിന്നശേഷിക്കാർക്ക് പാർക്കിംഗ് സൗകര്യം നൽകുന്ന ബ്ലൂ ബാഡ്ജ് പെർമിറ്റുകളുടെ ഉപയോഗത്തിൽ കൃത്രിമതയും ദുരുപയോഗവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. പാർക്കിംഗ് ഫീസ് ഒഴിവാക്കുവാനും ലണ്ടനിലെ കോൺജൻഷൻ ചാർജ് അടയ്ക്കാതെയും യാത്ര ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കാൻ ഏകദേശം 20% വരെ ബാഡ്ജുകൾ അനധികൃതമായി ഉപയോഗിക്കപ്പെടുന്നു. മരിച്ചവരുടെ പേരിലുള്ള ബാഡ്ജുകൾ ഉപയോഗിക്കൽ, കൃത്രിമ ബാഡ്ജുകൾ, മോഷണം എന്നിവ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ വ്യാപകം. അമേരിക്കയുമായുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ യുദ്ധത്തിൽ വിജയം കൈവരിച്ചു എന്ന ഇറാന്റെ പരമോന്നത സുരക്ഷാ കൗൺസിൽ ശത്രു 1 മാസമായി വെടിനിർത്തലിനായി യാചിക്കുകയായിരുന്നുവെന്നും സുരക്ഷാ കൗൺസിലിന്റെ അവകാശവാദം. ഇറാൻ ജനതയ്ക്ക് ഇത് സന്തോഷ വാർത്തയാണെന്നും യുദ്ധത്തിൽ ഏതാണ്ട് എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചു കഴിഞ്ഞുവെന്നും സുരക്ഷാ കൗൺസിൽ. ഇറാൻ യുദ്ധത്തിന്റെ പര്യവസാനം ഹോർമൂസിലെ ടോൾ ബൂത്തിന്റെ പിറവിയോടെ ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ. വെടിനിർത്തലിന് പിന്നാലെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങളും അവകാശവാദങ്ങളും ആരംഭിച്ചു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ധാരണ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന എല്ലാ കപ്പലുകൾക്കും $2 മില്യൺ ഫീസ് നൽകേണ്ടി വരുമെന്ന് റോയിട്ടേഴ്സ്. ഹോർമൂസിൽ വരിക ഇറാനിയൻ സായുധ സേന ഏകോപിപ്പിക്കുന്ന നിയന്ത്രിത ഗതാഗത സംവിധാനം. മാസത്തിൽ 3 ദിവസം സ്ത്രീകളെ തൊട്ടുകൂടാത്തവരായി കാണാൻ പാടില്ല എന്ന് ജസ്റ്റിസ് BB നാഗരത്ന. ശബരിമലയിലെ കാര്യം 4 ദിവസത്തേക്കുള്ളതല്ല എന്നും പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കാണ് വിലക്കെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ജസ്റ്റിസ് നാഗരത്നയുടെ പരാമർശം ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച വിധിയിൽ പുനഃപരിശോധന തേടിയുള്ള ഹർജികൾ കേന്ദ്ര സർക്കാർ വാദം ഉന്നയിക്കുന്നതിനിടെ 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന്, തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ തുറക്കാതെ കരിമണൽ ലോബിക്കായി പ്രവർത്തിച്ചുമെന്നുമുള്ള കുഴൽനാടന്റെ ആരോപണങ്ങൾ വീണ്ടും തള്ളി മന്ത്രി K കൃഷ്ണൻകുട്ടി. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം തുറന്നിരുന്നുവെന്നും പിന്നെ എന്തിന് ആരോപണം ഉന്നയിക്കുന്നുവെന്നും മന്ത്രി. മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുമേഷ് അച്യുതന്റെ നിരാഹാരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കൃഷ്ണൻകുട്ടി. മാത്യു കുഴൽനാടനും സുമേഷ് അച്യുതനും ചേർന്നുള്ള നീക്കമാണിതെന്നും കോൺഗ്രസ് പാർട്ടി ഒന്നാകെയല്ലെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നതിനാൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തി. ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാകുകയില്ലെന്നും കമ്മീഷൻ. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നതായുള്ള ആരോപണത്തിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലക്കാട് ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. പണം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥയായ ആന്റോണിയ റോമിയോയ്ക്ക് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ മുൻഗണനകൾ നടപ്പിലാക്കുന്നതിനായി കൂടുതൽ വിപുലമായ അധികാരങ്ങൾ നൽകി. ഇതനുസരിച്ച് സിവിൽ സർവീസ് പരിഷ്കരണം അനുമതി ലഭിച്ചിട്ടുണ്ട്. അതായത് സിവിൽ സർവീസ് കോഡ് മാറ്റി എഴുതുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം റോമിയോയ്ക്ക് നൽകിയിട്ടുണ്ട്. സിവിൽ സർവീസിനെ വ്യക്തതയോടും ഊർജ്ജസ്വലതയോടും കൂടി നയിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ നവീകരണവും അഭിമാനവും വളർത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പ്രധാനമന്ത്രിയുടെ മുഖ്യ നയ ഉപദേശകയായും സിവിൽ സർവീസിന്റെ തലവയായും അവർ പ്രവർത്തിക്കും. നേരത്തെ 10ാം നമ്പർ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡാരൻ ജോൺസ് വൈറ്റ് ഹാൾ പരിഷ്കാരങ്ങളിലും ഡിജിറ്റൽ ID പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് മാറി. റോമിയോ ക്യാബിനറ്റ് സെക്രട്ടറിയായും സിവിൽ സർവീസ് മേധാവിയായും ചുമതലയേറ്റതോടെ ഭരണകൂടത്തിന്റെ മുൻഗണന നടപ്പിലാക്കുന്നതിന് പ്രധാന തസ്തികകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ സ്ത്രീകളിലാണ് കൈകാര്യം ചെയ്യുന്നത്. 5 പ്രധാന ഉത്തരവാദിത്വങ്ങളാണ് റോമിയോയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മുൻഗണനകൾ ഔദ്യോഗികമായി നടപ്പിലാക്കുക, മുഖ്യ നയ ഉപദേശകയായി പ്രവർത്തിക്കുക, ക്യാബിനറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഭരണ നിർവഹണത്തിനും പിന്തുണ നൽകുക, സിവിൽ സർവീസിനെ നവീകരിക്കുക എന്നിവയാണ് പ്രധാന ചുമതലകൾ. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യുദ്ധക്കപ്പലായ HMS ഡ്രാഗൺ ജലവിതരണ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് കിഴക്കൻ മെഡിറ്ററേനിയനിൽ നങ്കൂരമിട്ടു. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേന താവളമായ RAF അക്രോത്തിരിക് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനാണ് ടൈപ്പ് 45 ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട ഈ കപ്പൽ വിന്യസിച്ചത്. ഈ ബേസിന് നേരെ ഷാഹിദ് 136 ഡ്രോൺ ആക്രമണം നടത്തിയതിനെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഈ വിന്യാസം പ്രഖ്യാപിച്ചത്. കപ്പലിലെ ജല സംവിധാനങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം
ഹ്രസ്വകാല അറ്റകുറ്റപ്പണികൾക്കായി കപ്പൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഈ സാങ്കേതിക പ്രശ്നം കപ്പലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന ശേഷിയെ ബാധിച്ചിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് 10-നാണ് കപ്പൽ പോർട്ട്സ്മൌത്തിൽ നിന്നും യാത്ര തിരിച്ചത്. റോയൽ നേവിയുടെ കപ്പലുകൾ നേരിടുന്ന സാങ്കേതിക തകരാറുകൾ അടുത്തിടെ വലിയ ചർച്ചകൾക്ക് വഴിമാറിയിട്ടുണ്ട്. ഇതിനു മുൻപും കുടിവെള്ളത്തിൽ രാസവസ്തുക്കൾ കലർന്നതും മറ്റ് അറ്റകുറ്റപ്പണികളിലെ പിഴവുകളും വാർത്തകളിൽ വന്നിരുന്നു. മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇത്തരം തകരാറുകൾ ബ്രിട്ടീഷ് നാവികസേനയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ആശങ്കയും വ്യാപകമായി ഉയരുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ ഭിന്നശേഷിക്കാർക്ക് പാർക്കിംഗ് സൗകര്യം നൽകുന്ന ബ്ലൂ ബാഡ്ജ് പെർമിറ്റുകളുടെ ഉപയോഗത്തിൽ കൃത്രിമതയും ദുരുപയോഗവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 2024 മാർച്ച് 31-നുള്ള കണക്കുകൾ അനുസരിച്ച് 3.07 ദശലക്ഷം പേർ ബ്ലൂ ബാഡ്ജ് ഉണ്ടായിരുന്നുവെന്നും ഇത് പ്രായപൂർത്തിയായ ജനസംഖ്യയിലെ ഏകദേശം 6% ഒരാളാണെന്നും ഗതാഗത വകുപ്പ് അറിയിച്ചു. ചില സാഹചര്യങ്ങളിൽ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കുവാനും ലണ്ടനിലെ കോൺജക്ഷൻ ചാർജ് അടയ്ക്കാതെയും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവ നൽകുന്നുണ്ട്. ബ്ലൂ ബാഡ്ജ് യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് വലിയ സഹായമായിരിക്കുമ്പോഴും ഏകദേശം 20% വരെ ബാഡ്ജുകൾ അനധികൃതമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന ആശങ്കയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. മരിച്ചവരുടെ പേരിലുള്ള ബാഡ്ജുകൾ ഉപയോഗിക്കൽ, കൃത്രിമ ബാഡ്ജുകൾ മോഷണം എന്നിവ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ വ്യാപകമാണ് എന്നാണ് ഇതിനോടനുബന്ധിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2011-ൽ ബ്ലൂ ബാഡ്ജ് തട്ടിപ്പിന്റെ വാർഷിക നഷ്ടം 46 മില്യൺ ആയിരുന്നുവെന്നും പഴയ കണക്കും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. 2019-ലെ മാനദണ്ഡങ്ങൾ വിപുലീകരിച്ചതോടെ പാർക്കിൻസൺസ്, ഡിമെൻഷ്യ, എപ്പിലെപ്സി പോലുള്ള പുറമെ ദൃശ്യമല്ലാത്ത രോഗങ്ങൾക്ക് ബ്ലൂ ബാഡ്ജ് നൽകാൻ പരിഗണിക്കപ്പെട്ടതാണ് പലരും ദുരുപയോഗം ചെയ്തതെന്നാണ് വിവരം പുറത്തുവരുന്നത്. 2024-25-ൽ നൽകിയ ബാഡ്ജുകൾ 2-ലധികം പരിശോധനയില്ലാതെ അനുവദിച്ചതായും റിപ്പോർട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാകെ ദുരുപയോഗ സാധ്യത കൂടിയതായും കണക്കാക്കപ്പെടുന്നു. വിവിധ കൗൺസിലുകൾ അടുത്തിടെ കർശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും കുറ്റക്കാരിൽ നിന്നും പിഴയും കോടതി ചെലവും ഈടാക്കിയ സംഭവങ്ങൾ റിപ്പോർട്ടിലുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളും പോലീസ് വിഭാഗവും ചേർന്ന് തട്ടിപ്പ് തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. സംശയാസ്പദമായ ഉപയോഗം കണ്ടാൽ പൊതുജനങ്ങൾ വിവരം നൽകണമെന്നും ലോക്കൽ ഗവൺമെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഭൂരിഭാഗം ആളുകളും നിയമാനുസൃതമായി ബാഡ്ജ് ഉപയോഗിക്കുന്നുവെങ്കിലും ചെറിയ വിഭാഗത്തിന്റെ ദുരുപയോഗം യഥാർത്ഥ അവകാശികളെ ബാധിക്കുന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആരോഗ്യ മേഖലയെ ബാധിക്കുന്ന 6 ദിവസത്തെ ഡോക്ടർമാരുടെ പണിമുടക്ക് ആരംഭിച്ചു. സമരം മൂലം NHSന് പ്രതിദിനം ഏകദേശം 50 മില്യൺ പൗണ്ട് നഷ്ടമുണ്ടാകുന്നതായി സർക്കാർ വ്യക്തമാക്കുന്നു. 2023 മാർച്ച് മുതൽ നടന്ന സമരങ്ങളാൽ ഏകദേശം 63 ബില്യൺ പൗണ്ട് വരെ നഷ്ടമുണ്ടായി എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ 33% വേതന വർധനവ് ലഭിച്ചിട്ടും 2008-നെ അപേക്ഷിച്ച് യഥാർത്ഥ വേതനം ഇപ്പോഴും ഏകദേശം 20% കുറഞ്ഞ നിലയിലെന്നാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിയിരുന്നു എങ്കിലും സർക്കാർ അവസാന നിമിഷം നിബന്ധനകൾ മാറ്റിയതോടെയാണ് ധാരണ പാളുകയായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു. ഡോക്ടർമാർ 3.5% വാർഷിക വേതന വർധനവും മറ്റു ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വേതന ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന നിലപാടിലാണ് സർക്കാർ. ആരംഭ വേതനം 40,000 പൗണ്ടിൽ കൂടുതലായും മുതിർന്ന ഡോക്ടർമാർക്ക് 76,500 പൗണ്ട് വരെ ലഭിക്കുന്നതുമാണ്. പരീക്ഷാ ഫീസ്, പരിശീലന അവസരങ്ങൾ എന്നിവ ഉൾപ്പെട്ട പാക്കേജ് മുൻപ് മുന്നോട്ട് വെച്ചിരുന്നു എങ്കിലും സമരം പ്രഖ്യാപിച്ചതോടെ ചില പദ്ധതികൾ സർക്കാർ പിൻവലിക്കുകയായിരുന്നു. ഇതോടെ ആരോഗ്യ മേഖലയിൽ രോഗികൾക്ക് ചികിത്സ വൈകുന്നതും സേവനങ്ങൾ തടസ്സപ്പെടുന്നതും തുടരുകയാണ്. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന മലയാളികളിൽ വലിയൊരു വിഭാഗവും NHS നഴ്സുമാരായതിനാൽ ഈ സമരം അവരുടെ ജോലിഭാരം ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരുടെ അഭാവം മൂലം വാർഡുകളിൽ, എമർജൻസി വിഭാഗങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നഴ്സുമാർ ഏറ്റെടുക്കേണ്ട സാഹചര്യം സംജാതമായിരിക്കുകയാണ്. പലയിടങ്ങളിലും ഡോക്ടർമാർ ചെയ്യേണ്ട ചില പ്രാഥമിക ക്ലിനിക്കൽ ജോലികൾ പോലും നഴ്സുമാർ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നാണ് റിപ്പോർട്ട്. ഷിഫ്റ്റുകൾ നീളുകയും അധിക ഡ്യൂട്ടികൾ ചെയ്യേണ്ടി വരികയും വിശ്രമ സമയം കുറയുകയും ചെയ്തതോടെ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം ഉയർന്നിരിക്കുകയാണ്. ഇതോടൊപ്പം രോഗികളുടെ എണ്ണം കുറയാത്തതിനാൽ ഓരോ നഴ്സിനും കൂടുതൽ രോഗികളെ പരിചരിക്കേണ്ടി വരുന്നതും സേവന നിലവാരത്തെ ബാധിക്കാം എന്ന ആശങ്കയും വ്യാപകമായി ഉയരുന്നുണ്ട്. മലയാളി നഴ്സുമാർ ഉൾപ്പെടെ നിരവധി പേർക്ക് ദീർഘകാലമായി തുടരുന്ന ജോലി സമ്മർദ്ദം മൂലം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്ന വിലയിരുത്തലുകളുമുണ്ട്. പലർക്കും അവധികൾ മാറ്റിവെക്കേണ്ടി വരികയും ചിലർക്ക് അധിക ഷിഫ്റ്റുകൾ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളുമുണ്ട്. വടക്കൻ കടലിൽ പുതിയ എണ്ണവാതക പാടങ്ങൾ തുറക്കാനുള്ള UK-യുടെ നീക്കം ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങളെ തകിടം മറിക്കുമെന്ന് മുതിർന്ന കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. UK-യുടെ ഈ തീരുമാനം ലോകമെമ്പാടും വലിയ ആഘാതമുണ്ടാക്കുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ കാലാവസ്ഥാ സംരക്ഷണത്തിനായി UK നടത്തുന്ന നേതൃത്വപരമായ പങ്കിനെ ഇത് ദുർബലപ്പെടുത്തുമെന്നും വിദഗ്ധരുടെ വിലയിരുത്തൽ.
വികസ്വര രാജ്യങ്ങൾ അവരുടെ സ്വന്തം ഫോസിൽ ഇന്ധന ശേഖരം ചൂഷണം ചെയ്യാൻ ഈ നീക്കം പ്രചോദനമാകുമെന്നും ഇവർ ഭയപ്പെടുന്നു. പുതിയ എണ്ണപ്പാടങ്ങൾ തുറക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഇന്ധനവില കുറയ്ക്കാൻ സഹായിക്കില്ല എന്നും ഇറക്കുമതിയെ കാര്യമായി ബാധിക്കില്ലെന്നും വ്യക്തമായ തെളിവുകളുണ്ട്. നിഖൽ ഫാരാജിന്റെ നേതൃത്വത്തിൽ റിഫോം UK പാർട്ടിയും എണ്ണ വ്യവസായ ഗ്രൂപ്പുകളും പുതിയ ഖനനത്തിന് അനുമതി നൽകാൻ സർക്കാരിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ട്രഷറിയിലെ ചില വിഭാഗങ്ങളും ചില ട്രേഡ് യൂണിയനുകളും സാമ്പത്തിക നേട്ടം മുൻനിർത്തി ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നു. ആഗോളതാപനം പരിമിതപ്പെടുത്തുന്നതിനായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് UK ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ടു പോകുന്നത്. ഇത് 2050ഓടെ നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകും. അമേരിക്കയുമായുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ യുദ്ധത്തിൽ ഏകദേശം വിജയം കൈവരിച്ചു എന്ന് അവകാശപ്പെട്ട് ഇറാന്റെ പരമോന്നത സുരക്ഷാ കൗൺസിൽ ശത്രു 1 മാസത്തോളമായി വെടിനിർത്തലിനായി യാചിക്കുകയായിരുന്നുവെന്നും സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. പ്രിയപ്പെട്ട ഇറാൻ ജനതയ്ക്ക് ഇത് സന്തോഷ വാർത്തയാണെന്നും യുദ്ധത്തിന്റെ ഏതാണ്ട് എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചു കഴിഞ്ഞു എന്നുമാണ് സുരക്ഷാ കൗൺസിലിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശത്രു 1 മാസത്തോളമായി വെടിനിർത്തലിനായി യാചിക്കുകയായിരുന്നുവെന്നും എന്നാൽ ആ ശ്രമങ്ങളെ ഇറാൻ ആവർത്തിച്ച് നിരാകരിച്ചെന്നും കൗൺസിൽ വ്യക്തമാക്കി. അമേരിക്ക യുദ്ധം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇത് അമേരിക്കയെ ചരിത്രപരമായ നിസ്സഹായതയിലേക്കും പരാജയത്തിലേക്കുമാണ് നയിച്ചതെന്നും കൗൺസിൽ പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ എല്ലാ സൈനിക വിഭാഗങ്ങളോടും വെടിവയ്പ് നിർത്തിവെക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി ഉത്തരവിട്ടതായി ഇറാൻ ദേശീയ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ട്രംപ് പ്രഖ്യാപിച്ച 2 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് സർക്കാർ ടെലിവിഷൻ ചാനലിലൂടെ പരമോന്നത നേതാവിന്റെ നിർദ്ദേശം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇത് യുദ്ധത്തിന്റെ അവസാനമല്ലെന്ന് പരമോന്നത നേതാവിന്റെ പ്രസ്താവനയിൽ പറയുന്നതായി റിപ്പോർട്ടിലുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ പര്യവസാനം ഹോർമൂസിലെ ടോൾ ബൂത്തിന്റെ പിറവിയോടെ ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ അതിന്റെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങളും അവകാശവാദങ്ങളും വെടിനിർത്തലിന് പിന്നാലെ ആരംഭിക്കുകയും ചെയ്തു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ധാരണ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന എല്ലാ കപ്പലുകൾക്കും $2 മില്യൺ ഫീസ് നൽകേണ്ടി വരുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിയൻ സായുധ സേന ഏകോപിപ്പിക്കുന്ന നിയന്ത്രിത ഗതാഗത സംവിധാനമായിരിക്കും ഇവിടെ വരികയെന്നും റിപ്പോർട്ടിലുണ്ട്. ടോൾ ഔദ്യോഗികമാക്കാനുള്ള കരട് ബിൽ ചൊവ്വാഴ്ച ഇറാൻ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം യുഎസിന്റെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങളെ തുടർന്ന് തകർന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്നാണ് വിവരം. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത സ്തംഭനം നിയന്ത്രിക്കാൻ US സഹായിക്കുന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുമെന്നും വലിയ തോതിൽ പണം സമ്പാദിക്കുമെന്നും വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ട്രംപിന്റെ പുതിയ പ്രസ്താവനയിൽ പറയുന്നു. ഇറാന് പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കാം. എല്ലാം നന്നായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ അവിടെ ചുറ്റിക്കറങ്ങും. അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അമേരിക്കയിൽ നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഇത് മിഡിൽ ഈസ്റ്റിലെ സുവർണ കാലഘട്ടമായേക്കാമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ കുറിച്ചു. ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക ഇറാൻ സംയുക്ത നിയന്ത്രണത്തിൽ വരുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പുതിയ പ്രസ്താവന. എന്നാൽ ഹോർമൂസിൽ യുഎസിന്റെ നിയന്ത്രണത്തിന് ഇറാൻ അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. ഇറാന്റെ സായുധ സേനയുമായുള്ള ഏകോപനത്തിലൂടെയും സാങ്കേതിക പരിമിതികൾ പരിഗണിച്ചും 2 ആഴ്ചത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ സാധിക്കും എന്നാണ് വിദേശകാര്യമന്ത്രി, അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി നേരത്തെ വെടിനിർത്തൽ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ ഉപാധികളായി യുഎസിന് മുന്നിൽ വെച്ച 10 നിർദ്ദേശങ്ങളിലൊന്ന് ഹോർമൂസിന്റെ നിയന്ത്രണം തങ്ങളിൽ തന്നെ തുടരണം എന്നതാണ്. ഒമാനുമായി ചേർന്ന് ചുങ്കം ഈടാക്കുന്ന ഒരു ജലപാതയായി ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അവകാശമാണ് ഇറാൻ തേടുന്നത്. ഹോർമൂസിലെ സുരക്ഷിത യാത്രയ്ക്ക് ഇറാൻ ഇതിനോടകം തന്നെ ചില കപ്പലുകളിൽ നിന്നും ചുങ്കം ഈടാക്കിയിട്ടുണ്ട് എന്നാണ് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിനെ ചൊല്ലി വിവാദം. ഇറാൻ US യുദ്ധവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലെ ഡ്രാഫ്റ്റ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ എക്സിലെ സന്ദേശം എന്ന ഭാഗമാണ് വിവാദമുയർത്തിയത്. എക്സിൽ ആദ്യം പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ഡ്രാഫ്റ്റ് എന്ന ഭാഗവും ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ ഭാഗം പോസ്റ്റിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചർച്ചകൾക്കുള്ള സമയപരിധി നീട്ടാൻ അഭ്യർത്ഥിച്ചിട്ടും ഇറാൻ ഹോർമൂസ് തുറക്കാൻ അഭ്യർത്ഥിച്ചാണ് പാക് പ്രധാനമന്ത്രി എക്സിൽ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. ഈ കുറിപ്പിൽ ആദ്യം ഉൾപ്പെട്ടിരുന്ന ഡ്രാഫ്റ്റ് എന്ന ഭാഗത്തെക്കുറിച്ചാണ് പിന്നീട് വിവാദമുയർന്നത്. പാകിസ്ഥാന്റെ നയതന്ത്ര കുറിപ്പുകൾ സ്വതന്ത്രമായി തയ്യാറാക്കുന്നതാണോ അതോ ബാഹ്യ ഇടപെടലിലൂടെയാണോ എന്നാണ് ഇതേക്കുറിച്ചുള്ള പ്രധാന ചോദ്യം. ഡ്രാഫ്റ്റ് എന്നതിനു ശേഷമുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന പ്രയോഗം ഇത്തരം നയതന്ത്ര കുറിപ്പുകൾ അസാധാരണമാണ് എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രി സ്വയം തയ്യാറാക്കുന്ന സന്ദേശത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് അസ്വാഭാവികമാണെന്ന് പറയപ്പെടുന്നു.
അതിനാൽ തന്നെ ഈ സന്ദേശം പുറത്തു വന്നു എന്ന് ആരോ തയ്യാറാക്കിയതാണോ എന്ന സംശയവും ബലപ്പെടുന്നതാണെന്നും സമൂഹ മാധ്യമങ്ങൾ പലരും ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം അമേരിക്കയാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നതെന്നായിരുന്നു ഷഹബ് ഷെരീഫിന്റെ പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയതായും ചിലർ വിമർശനം ഉന്നയിച്ചു. വൈറ്റ് ഹൌസിൽ നിന്നുമുള്ള സന്ദേശം പോസ്റ്റ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആദ്യ ഭാഗം നീക്കം ചെയ്യാൻ മറന്നുപോയി എന്നും കോപ്പി പേസ്റ്റ് ചെയ്തതാണ് എന്നും ചിലർ പരിഹസിക്കുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ IOC UK കേരള ചാപ്റ്റേഴ്സ് മിഡ്ലാൻഡ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാറ്റത്തിനായി ഒരു ഫോൺ കോൾ ക്യാമ്പയിനിൽ പ്രവാസികളിൽ ശ്രദ്ധേയമാകുന്നു. ഇത്തവണത്തെ വോട്ട് UDFന് എന്ന സന്ദേശത്തോടെ മുന്നേറുന്ന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയും ഫോൺ കോളുകളും വഴി വ്യാപക പ്രതികരണം ലഭിക്കുന്നു. പ്രവാസികൾ സ്വന്തം കുടുംബങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വോട്ടിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം. വാഗ്ദാനങ്ങൾ മാത്രമോ യഥാർത്ഥ വികസനമോ എന്ന ചോദ്യങ്ങളിലൂടെ വോട്ടർമാരിൽ ചിന്ത ഉണർത്തുന്ന ഈ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.35 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 92.51 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.28 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.87 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. മാസത്തിൽ 3 ദിവസം സ്ത്രീകളെ തൊട്ടുകൂടാത്തവരായി കാണാൻ പാടില്ല എന്ന് ജസ്റ്റിസ് BV നാഗരത്ന. ശബരിമലയിലെ കാര്യം 4 ദിവസത്തേക്കുള്ളതല്ല എന്നും പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കാണ് വിലക്കെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച വിധിയിൽ പുനഃപരിശോധന തേടിയുള്ള ഹർജികൾ കേന്ദ്ര സർക്കാർ വാദം ഉന്നയിക്കുന്നതിനിടെയാണ് ക്ഷേത്രത്തിൽ സ്ത്രീകൾക്കുള്ള വിലക്കിനെ കുറിച്ച് ജസ്റ്റിസ് നാഗരത്നയുടെ പരാമർശമെത്തിയത്. എന്നാൽ ശബരിമലയിലെ സവിശേഷമായ ആചാര രീതി ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും തുഷാർ മേത്ത പറഞ്ഞു. യുവതികളെ വിലക്കുന്നത് ഒരു തരത്തിൽ തൊട്ടുകൂടായ്മയാണെന്നും 2018 വിധിയിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനോട് കടുത്ത വിയോജിപ്പുണ്ട് എന്നും കഴിഞ്ഞ ദിവസം വാദത്തിനിടെ തുഷാർ മേത്ത പറഞ്ഞപ്പോഴാണ് ജസ്റ്റിസ് നാഗരത്ന ഇടപെട്ടത്. ആർത്തവത്തിന്റെ ആദ്യ 3 ദിവസം തൊട്ടുകൂടായ്മയും അത് അവസാനിക്കുന്ന 4ാം ദിവസം ആകാമെന്ന നിലപാടും പറ്റില്ല എന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. ആർത്തവ വിഷയത്തെക്കുറിച്ചല്ല തന്റെ വാദമെന്നും തുഷാർ മേത്ത പറഞ്ഞു. എങ്കിലും 3 ദിവസം തൊട്ടുകൂടായ്മയും 4ാം ദിവസം ഇത് ഒഴിവാക്കുന്നതും പറ്റില്ല എന്ന് ജസ്റ്റിസ് ആവർത്തിച്ചു. തുടർന്നാണ് ശബരിമലയിലെ കാര്യം തുഷാർ മേത്ത സൂചിപ്പിച്ചത്. സ്ത്രീയാണോ എന്നതോ ആർത്തവമോ പരിഗണിച്ചല്ല ശബരിമലയിലെ യുവതീ പ്രവേശന വിലക്കെന്നും നിശ്ചിത പ്രായപരിധിക്കാർക്കാണ് വിലക്കെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാം. സവിശേഷ ആചാരമുള്ള ക്ഷേത്രമാണ് ശബരിമല. മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ ബഹുമാനിക്കപ്പെടണം. പ്രതികൂല സാഹചര്യത്തിനിടയിലും പലിശ ഭാരം ഉയർത്താതെ പണനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 5.25% തന്നെ നിലനിർത്താൻ പണയ നിർണയ സമിതി ഐക്യകണ്ഠേന തീരുമാനിച്ചു എന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. സാമ്പത്തിക സൂചികകൾക്ക് അനുസൃതമായി പലിശ നയം നിർണയിക്കുന്ന ന്യൂട്രൽ നിലപാട് തുടരാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു. അടിസ്ഥാന പലിശ നിരക്ക് നിലനിർത്തിയാൽ അടുത്ത 2 മാസത്തേക്ക് ബാങ്ക് വായ്പകളുടെ പലിശ നിരക്ക് ഉയരില്ല. ഭവന, വാഹന, വ്യക്തിഗത വായ്പകൾ ഉള്ളവർക്കും പുതുതായി വായ്പ തേടുന്നവർക്കും ഇതു നേട്ടമാണ്. അതേസമയം സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുമെന്നും അതനുസരിച്ച് പണനയം നിർണയിക്കുമെന്നും മൽഹോത്ര വ്യക്തമാക്കി. സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവും ഹോർമോസ് തടസ്സവും ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇടിവിന്റെ റിസ്കിൽ ആക്കിയിട്ടുണ്ട് എന്നും ഗവർണർ പറഞ്ഞു. പണപ്പെരുപ്പ ഭീതി ഉയർന്നിട്ടുണ്ട്. സ്വർണ്ണവില താഴ്ന്നു. ആഗോള ഓഹരി വിപണികൾ ഇടിവുണ്ടായി. ബോണ്ട് റീൽഡുകൾ, അതായത് കടപ്പത്ര ആദായ നിരക്ക്, പലിശ നിരക്ക് കൂട്ടിയേക്കാമെന്ന വിലയിരുത്തലുകൾ മൂലം ഉയർന്നുവെന്നും അദ്ദേഹം വിലയിരുത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മൊക്സീന കിദ്വായ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. നോയിഡ സെക്ടറിലെ 40 FM 52 നമ്പർ വീട്ടിൽ നിന്നും മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോയി. നിസാമുദ്ദീൻ സെമിത്തേരിയിൽ വൈകുന്നേരം 5ഓടെ ആയിരുന്നു സംസ്കാരം നടന്നത്. ഉത്തർപ്രദേശിലെ ബരാബങ്കി ജില്ലയിൽ നിന്നുമുള്ള മൊക്സീന കിദ്വായ് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മന്ത്രിസഭകളിലെ പ്രധാന വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്നു. 6, 7, 8 ലോകസഭകൾ മീററ്റിനെ പ്രതിനിധീകരിച്ചിരുന്നു. 2004 മുതൽ 2016 വരെ ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള രാജ്യസഭ അംഗമായിരുന്നു. UP സർക്കാരിലും മന്ത്രിയായിരുന്നു. AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു. സോണിയാഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു അവർ. 2007 കേരളത്തിന്റെ ചുമതലയുള്ള AICC അംഗമായിരുന്നു. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ തുറക്കാതെ കരിമണൽ ലോബിക്കായി പ്രവർത്തിച്ചു എന്നുമുള്ള
മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ വീണ്ടും തള്ളി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം തുറന്നിരുന്നുവെന്നും പിന്നെ എന്തിന് ആരോപണമെന്നും കെ കൃഷ്ണൻകുട്ടി ചോദിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് കുഴൽനാടൻ മിണ്ടാതിരുന്നു? ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ്. ഇതിനെതിരെ മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇതിന്റെ തുടർ നടപടികൾക്കായി കൊച്ചിയിലെ അഭിഭാഷകനുമായി സംസാരിക്കും. സുമേഷ് അച്യുതന്റെ നിരാഹാരം രാഷ്ട്രീയ പ്രേരിതമാണ്. ജീവിതത്തിൽ ഇതുവരെയും താൻ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല. മാത്യു കുഴൽനാടനും സുമേഷ് അച്യുതനും യോജിച്ചുള്ള നീക്കമാണിത്. കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകളാണ് ഇതിന് പിന്നിലെന്നും പാർട്ടി ഒന്നാകെയല്ലെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം സത്യത്തെ ഭയന്ന് UDF നടത്തുന്ന കള്ള പ്രചരണമെന്നും മുൻ ജലൗഹ മന്ത്രി മാത്യു ടി തോമസ് വ്യക്തമാക്കി. 2018 സംഭവത്തിലെ ആക്ഷേപം ഉന്നയിക്കുന്നത് 2026 തെരഞ്ഞെടുപ്പിലാണ്. UDFന്റെ ആരോപണം നനഞ്ഞ ബോംബ് പോലെ ആണെന്നും മാത്യു ടി തോമസ് ആക്ഷേപം ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ശക്തമായ സുരക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരാളുടെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ തന്റെ തന്നെ വോട്ട് ഒരു തവണ ചെയ്ത വിവരം മറച്ചുവെച്ച് വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് വോട്ട് ചെയ്യുകയോ ചെയ്യുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും ഇന്ത്യ ശിക്ഷാ നിയമം അനുസരിച്ചും കുറ്റകരമാണ്. 1 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങിയാണ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ ശിക്ഷയിൽ നിന്നും ഒഴിവാകുകയില്ല. മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് വോട്ട് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ വ്യാജരേഖ ചമച്ചതിനും ആൾമാറാട്ടം നടത്തിയതിനും കൂടി കേസ് രജിസ്റ്റർ ചെയ്യും. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. കുറ്റകൃത്യം നടന്നതായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ നടപടിയെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെടും. ഏതെങ്കിലും കാരണവശാൽ ഒരാളുടെ പേര് ഒന്നിലധികം വോട്ടർ പട്ടികയിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യമോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വോട്ടർ പട്ടികയിൽ ഒന്നിലധികം പ്രാവശ്യമോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരാളുടെ പേര് ഒന്നിലധികം പ്രാവശ്യം ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അയാൾ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് കുറ്റകരമാണ്. അതുപോലെ വോട്ട് ചെയ്യാൻ ഹാജരാകാത്തവരുടെയും മരണപ്പെട്ടവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും വോട്ട് ആൾമാറാട്ടത്തിലൂടെ രേഖപ്പെടുത്തുന്നവർക്കെതിരെയും കർശന നിയമ നടപടി സ്വീകരിക്കും. കുറ്റക്കാരൻ 174 വകുപ്പ് അനുസരിച്ച് 1 വർഷം വരെ തടവു ശിക്ഷയ്ക്കും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. വിദേശത്തോ സംസ്ഥാനത്തിന് പുറത്തോ ഉള്ള വോട്ടറുടെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള മരിച്ച ആളുകളുടെയും തിരിച്ചറിയൽ രേഖ മറ്റാരെങ്കിലും ആവശ്യപ്പെട്ടാൽ നൽകരുത്. ഇതുപയോഗിച്ച് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നൽകിയ ആൾക്കെതിരെയും നടപടിയുണ്ടാകും. അതുപോലെ വോട്ടെടുപ്പിന് ഏതെങ്കിലും വിധത്തിൽ തടസ്സമുണ്ടാവുകയോ പോളിംഗ് ബൂത്തിലോ ബൂത്തിന് സമീപമോ സംഘർഷമുണ്ടാവുകയോ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്താൽ കർശന നടപടിയുണ്ടാകും. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നതായുള്ള ആരോപണത്തിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലക്കാട് ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഫയലിംഗ് സ്ക്വാഡ് ഉടൻ സ്ഥലത്തെത്തിയെന്നും അധികൃതർ വ്യക്തമാക്കി. പണം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് ആണ് പുറത്തുവിട്ടത്. കണ്ണാടി പഞ്ചായത്തിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇതോടെ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ BJP കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിലാണ് സംഭവം. ഒരു വീട്ടിലെ വൃദ്ധയായ സ്ത്രീക്ക് BJP പ്രവർത്തകർ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. വൃദ്ധയുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. ഈ വീട്ടിലേക്ക് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും എത്തുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വന്നു. അവിടെ കുറച്ചുനേരം സംസാരിക്കുകയും വൃദ്ധയുടെ കൈകളിലേക്ക് പണം നൽകുകയുമായിരുന്നു. ഈ സമയം കാറിൽ NDA സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ചിത്രീകരിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇവരോട് തട്ടിക്കയറുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇനി സ്പോർട്സ്. IPL മുംബൈ ഇന്ത്യൻസിനെ തകർത്തെറിഞ്ഞ രാജസ്ഥാൻ റോയൽസ് 27 റൺസിന്റെ മിന്നും വിജയമാണ് രാജസ്ഥാൻ വേണ്ടിയത്. തുടർച്ചയായ 3ാം ജയത്തോടെ രാജസ്ഥാൻ ഇതോടെ പോയിന്റ് പട്ടികയിൽ തലപ്പത്തെത്തുകയും ചെയ്തു. മഴ മൂലം 11 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ 150 റൺസാണ് രാജസ്ഥാൻ അടിച്ചെടുത്തത്. 14 പന്തിൽ 5 സിക്സറും 1 ഫോറും അടക്കം 278 സ്ട്രൈക്സ് റേറ്റിൽ 39 റൺസ് നേടി വൈഭവ് കളനിറഞ്ഞു. വൈഭവ് മടങ്ങിയിട്ടും പിന്മാറാൻ തയ്യാറാവാത്ത ജയ്സ്വാൾ അവസാന പന്ത് വരെ പൊരുതി 32 പന്തിൽ 77 റൺസ് നേടി. 4 സിക്സറും 10 ഫോറുകളും അടക്കം 240 സ്ട്രൈക്സ് റേറ്റിലാണ് താരം ബാറ്റ് വീശിയത്. റിയാൻ പരാഗ് 10 പന്തിൽ 20 റൺസ് കൂടി ചേർത്തു. മറുപടി ബാറ്റിംഗിൽ മുംബൈ 9 വിക്കറ്റ് നഷ്ടത്തിൽ 1 റൺസാണ് നേടിയത്. മുംബൈ തകർച്ചയോടെയാണ് തുടങ്ങിയത്. ആദ്യ 5 ഓവറിൽ തന്നെ 5 വിക്കറ്റുകളും നഷ്ടമായി. റിയാൻ റെഡ്ഡികൾ, രോഹിത് ശർമ്മ, ഹർദിക് സൂര്യകുമാർ എന്നിവരെല്ലാം 2 അക്കം കാണാതെ പുറത്തായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ബ്രിട്ടീഷ് സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥയായ ആന്റോണിയ റോമിയോയ്ക്ക് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ മുൻഗണനകൾ നടപ്പിലാക്കുന്നതിനായി കൂടുതൽ അധികാരങ്ങൾ നൽകി. സിവിൽ സർവീസ് കോഡ് മാറ്റിയെഴുതുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്തം റോമിയോയ്ക്ക് നൽകി. 10ാം നമ്പർ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡാരൻ ജോൺസ് വൈറ്റ് ഹാൾ പരിഷ്കാരങ്ങളിലും ഡിജിറ്റൽ ID പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് മാറി. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യുദ്ധക്കപ്പലായ HMS ഡ്രാഗൺ ജലവിതരണ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് കിഴക്കൻ മെഡിറ്ററേനിയനിൽ നങ്കൂരമിട്ടു. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേന താവളമായ RAF അക്രോത്തിരിക് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനാണ് ടൈപ്പ് 45 ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട ഈ കപ്പൽ വിന്യസിച്ചത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ കപ്പൽ വിന്യസിച്ചത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി. ഇംഗ്ലണ്ടിൽ ഭിന്നശേഷിക്കാർക്ക് പാർക്കിംഗ് സൗകര്യം നൽകുന്ന ബ്ലൂ ബാഡ്ജ് പെർമിറ്റുകളുടെ ഉപയോഗത്തിൽ കൃത്രിമതയും ദുരുപയോഗവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. പാർക്കിംഗ് ഫീസ് ഒഴിവാക്കുവാനും ലണ്ടനിലെ കോൺജൻഷൻ ചാർജ് അടയ്ക്കാതെയും യാത്ര ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കാൻ ഏകദേശം 20% വരെ ബാഡ്ജുകൾ അനധികൃതമായി ഉപയോഗിക്കപ്പെടുന്നു. മരിച്ചവരുടെ പേരിലുള്ള ബാഡ്ജുകൾ ഉപയോഗിക്കൽ, കൃത്രിമ ബാഡ്ജുകൾ, മോഷണം എന്നിവ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ വ്യാപകം. അമേരിക്കയുമായുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ യുദ്ധത്തിൽ വിജയം കൈവരിച്ചു എന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ കൗൺസിൽ. ശത്രു 1 മാസമായി വെടിനിർത്തലിനായി യാചിക്കുകയായിരുന്നുവെന്നും സുരക്ഷാ കൗൺസിലിന്റെ അവകാശവാദം. ഇറാൻ ജനതയ്ക്ക് ഇത് സന്തോഷ വാർത്തയാണെന്നും യുദ്ധത്തിൽ ഏതാണ്ട് എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചു കഴിഞ്ഞുവെന്നും സുരക്ഷാ കൗൺസിൽ. ഇറാൻ യുദ്ധത്തിന്റെ പര്യവസാനം ഹോർമൂസിലെ ടോൾ ബൂത്തിന്റെ പിറവിയോടെ ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ. വെടിനിർത്തലിന് പിന്നാലെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങളും അവകാശവാദങ്ങളും ആരംഭിച്ചു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ധാരണ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന എല്ലാ കപ്പലുകൾക്കും $2 മില്യൺ ഫീസ് നൽകേണ്ടി വരുമെന്ന് റോയിട്ടേഴ്സ്. ഹോർമൂസിൽ വരിക ഇറാനിയൻ സായുധ സേന ഏകോപിപ്പിക്കുന്ന നിയന്ത്രിത ഗതാഗത സംവിധാനം. മാസത്തിൽ 3 ദിവസം സ്ത്രീകളെ തൊട്ടുകൂടാത്തവരായി കാണാൻ പാടില്ല എന്ന് ജസ്റ്റിസ് BV നാഗരത്ന. ശബരിമലയിലെ കാര്യം 4 ദിവസത്തേക്കുള്ളതല്ല എന്നും പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കാണ് വിലക്കെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ജസ്റ്റിസ് നാഗരത്നയുടെ പരാമർശം ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച വിധിയിൽ പുനഃപരിശോധന തേടിയുള്ള ഹർജികൾ കേന്ദ്ര സർക്കാർ വാദം ഉന്നയിക്കുന്നതിനിടെ 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന്, തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ തുറക്കാതെ കരിമണൽ ലോബിക്കായി പ്രവർത്തിച്ചുമെന്നുമുള്ള കുഴൽനാടന്റെ ആരോപണങ്ങൾ വീണ്ടും തള്ളി മന്ത്രി K കൃഷ്ണൻകുട്ടി. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം തുറന്നിരുന്നുവെന്നും പിന്നെ എന്തിന് ആരോപണം ഉന്നയിക്കുന്നുവെന്നും മന്ത്രി. മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുമേഷ് അച്യുതന്റെ നിരാഹാരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കൃഷ്ണൻകുട്ടി. മാത്യു കുഴൽനാടനും സുമേഷ് അച്യുതനും ചേർന്നുള്ള നീക്കമാണിതെന്നും കോൺഗ്രസ് പാർട്ടി ഒന്നാകെയല്ലെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നതിനാൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തി. ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാകുകയില്ലെന്നും കമ്മീഷൻ. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നതായുള്ള ആരോപണത്തിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലക്കാട് ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. പണം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.